മറ്റ് വിഷയങ്ങളിലേക്ക് കടക്കരുത് എന്നുള്ളത് ഒരു അഭ്യർത്ഥനയാണ്. ദയവ് ചെയ്ത് ഇതിപ്പോൾ ഒരു പോര് എന്ന മട്ടിലല്ല, ഒരു കോസിന് വേണ്ടി നിൽക്കുന്ന എന്ന മട്ടിൽ വേണം ഈ ചർച്ച നടത്താൻ. സ്മൃതി, ഞാൻ വളരെ വ്യക്തമായിട്ട് ഈ വിഷയത്തിൽ നിന്നാണ് സംസാരിച്ചത്. ഞാൻ പറഞ്ഞ രഞ്ജിത്തിൻ്റെ സംഭവമാണ് ഞാൻ പറഞ്ഞത്, ഇല്ലേ? അതേപോലെ തന്നെ ഈ വാതിലിൽ മുട്ടുന്ന ആൾക്കാരെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇന്ന് സർക്കാർ ആരോടൊപ്പം നിൽക്കുന്നു, ഇതല്ല പ്രശ്നം. വാതിലിൽ രാത്രി വന്ന് മുട്ടുന്നവരെയും പുറകിൽ നിന്ന് അനുമതിയില്ലാതെ കെട്ടിപ്പിടിക്കുന്നവരെയും ബലാത്സംഗം നടത്തുന്നവരെയും ഒക്കത്ത് വെച്ചുകൊണ്ട് ആരെയാണ് സർക്കാരിന് സംരക്ഷിക്കേണ്ടത്? ഇതല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. എന്തുകൊണ്ട് 4.5 വർഷക്കാലമായിട്ട് ഈ റിപ്പോർട്ട് കയ്യിൽ വെച്ചിട്ട് അതിനകത്ത് നടന്ന ക്രിമിനൽ കുറ്റങ്ങളുടെ സീരീസ് ഉണ്ട്. നമ്മൾ മനസ്സിലാക്കുന്നത് വാട്സാപ്പ് ചാറ്റ് ഉൾപ്പെടെ, വോയിസ് മെസ്സേജ് ഉൾപ്പെടെ, മറ്റ് സ്ക്രീൻഷോട്ടുകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ തെളിവുകൾ അതിനകത്തുണ്ട്. ആ തെളിവുകൾ മുഴുവൻ കിട്ടിയിട്ട് ഇത്രയും വലിയ കുറ്റകൃത്യത്തിൻ്റെ ഒരു പരമ്പര നടക്കുന്ന നാട്ടിൽ ഒരു നടപടി എടുക്കാതിരിക്കാൻ ഏത് സർക്കാരിന് സാധിക്കും? ഏത് സർക്കാരിന് സാധിക്കും? അതിനുശേഷം ആ നിരന്തരമായ സമ്മർദ്ദത്തിനൊടുവിൽ ഈ റിപ്പോർട്ട് പുറത്തുവിടുമ്പോൾ അതിൽ നിന്ന് വെട്ടിമാറ്റുകയാണ്. ഇതിനെ മറിഞ്ഞു കടന്നുകൊണ്ട് ആരെയൊക്കെയോ സംരക്ഷിക്കാൻ വെട്ടിമാറ്റുകയാണ്. എന്നിട്ട് പീഡകരിൽ ഒരാളെ കൊണ്ട് കോൺക്ലേവ് നടത്താൻ പോയി. എന്താ ഇവിടുത്തെ പ്രശ്നം? ഇവിടുത്തെ സിനിമയുടെ നയം രൂപീകരിക്കലാണോ ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നം? നമ്മുടെ സഹോദരികൾ ഈ നാട്ടിൽ നേരിട്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അവർ വീണ്ടും വന്ന് പരാതി കൊടുക്കണം. ഞാൻ ചോദിക്കട്ടെ, ഹേമ കമ്മിറ്റിയുടെ മുൻപിൽ റിപ്പോർട്ട് വന്ന് അവർ ഡിപ്പോസ് ചെയ്തതല്ലേ പരാതി? അവർ ആ കമ്മിറ്റിയുടെ മുമ്പിൽ വന്ന് ഡിപ്പോസ് ചെയ്തു. സ്മൃതി, ഞാൻ ചോദിക്കട്ടെ, നാളെ സിനിമയിൽ നിന്ന് വേണ്ട, ഈ സംസ്ഥാനത്ത്, ഈ സമൂഹത്തിൽ ഒരു സ്ത്രീക്കെതിരെ ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ അവൾ ഈ റിപ്പോർട്ടിൻ്റെ സർക്കാരിൻ്റെ നടപടിക്രമം കാണുന്ന ഒരാൾ ഇനി പോയിട്ട് പരാതി കൊടുക്കാൻ തയ്യാറാവോ? ഈ സർക്കാരിന് ആവശ്യം അതാണ്. ഈ സർക്കാരിന് ആവശ്യം സ്ത്രീ സമൂഹത്തെ അടിച്ചിരുത്തുക എന്നുള്ളതാണ്. അവൾക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങളെ കുറിച്ച് അവൾ മിണ്ടരുത്. അവരുടെ പാർട്ടിക്കകത്തും ഇത് തന്നെയാണ് നയം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞൊരു പേരുണ്ടല്ലോ, ഞാൻ വീണ്ടും അതിലേക്ക് പോകുന്നില്ല. അതിൽ ആരോപണ വിധേയൻ ഇന്ന് മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സെക്രട്ടറിയാണ്, അവിടെ ഓഫീസിലിരിക്കുകയാണ്. ഈ ആരോപണങ്ങൾ നേരിടുന്നവരാണ് ഇന്ന് ആ പാർട്ടിക്കകത്ത് മുഴുവൻ ഉള്ളത്. അപ്പോൾ ഇവരുടെ നിരന്തരമായ രീതി ഈ സ്ത്രീകളുടെ ശബ്ദത്തെ അടിച്ചിരുത്തുകയാണ്. അതല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഉത്തരവാദിത്ത ബോധമുള്ള, നീതിബോധമുള്ള ഒരു സർക്കാരിന് ഇത്രയും വലിയ ആരോപണങ്ങൾ ഉണ്ടായത് ചെയ്യാൻ കഴിയുമോ? എന്നിട്ട് വിദണ്ഡവാദങ്ങൾ പറയല്ലേ? ഒരു ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ കഴിയില്ല. ഞാൻ ചോദിക്കട്ടെ, ഈ കേരളത്തിൽ നടക്കുന്ന റേപ്പ് കേസുകളും മറ്റ് ലൈംഗികാധിക്യ കേസുകളും എല്ലാം അന്വേഷിക്കപ്പെടുന്നത് അങ്ങനെ തന്നെയാണ്. പിന്നെ എങ്ങനെയാണ് ആ വാദം വെച്ചുകൊണ്ട് ഇവരുടെ ഇനാക്ഷനെ, ഒന്നും നടപടിയും ചെയ്യാതിരുന്ന ഈ ഇനാക്ഷനെ എങ്ങനെ ന്യായീകരിക്കാൻ സാധിക്കും? അപ്പൊ ഇവർക്കിതല്ല, ഇവർക്ക് ന്യായീകരിക്കുക എന്നുള്ളതും ഇവർക്ക് ഇവരുടെ ആൾക്കാരെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ഞാൻ ചോദിക്കട്ടെ, ഞാൻ സ്മൃതി ഒരു 10 സെക്കൻഡ് ഞാൻ ചോദിക്കട്ടെ, ഇതിനകത്ത് ആരോപണ വിധേയരായവർക്ക് മാത്രമാണോ ഇതിനകത്ത് പ്രശ്നം? ആ ഒരു മുഴുവൻ സമൂഹവും ഇന്ന് ആരോപണത്തിന് നിലനിൽക്കല്ലേ? എന്തുകൊണ്ട് മമ്മൂട്ടി ഇറങ്ങി വരുന്നില്ല? എന്തുകൊണ്ട് മോഹൻലാൽ ഇറങ്ങി വരുന്നില്ല? എന്തുകൊണ്ട് സുരേഷ് ഗോപി സംസാരിക്കുന്നില്ല? എന്തുകൊണ്ട് മറ്റു നടന്മാർ സംസാരിക്കുന്നില്ല? ഇവരൊക്കെ ഇതിന്റെ ഭാഗമാണോ എന്ന് സംശയിച്ചാൽ തെറ്റു പറയാൻ സാധിക്കുമോ? മമ്മൂട്ടിക്കൊക്കെ വന്ന് പറയാലോ, ഈ നടന്നത് തെറ്റാണ്, ഇതിൽ നടപടി ഉണ്ടാവണം. മോഹൻലാലിന് പറയാമല്ലോ, അവരുടെ ഫാൻസിനെ കൊണ്ട് തെറിവിളിപ്പിക്കുകയല്ല, മറിച്ച് ഇത് അംഗീകരിക്കുകയും ഈ സമൂഹത്തിൽ നടക്കുന്ന ഇതിന് ആ സ്ത്രീക്ക്, എൻ്റെ സഹപ്രവർത്തകയ്ക്ക് നീതി ലഭിക്കണമെന്ന് ഒരല്പമെങ്കിലും ചിന്തയുണ്ടെങ്കിൽ മമ്മൂട്ടി, മോഹൻലാലും ഉൾപ്പെടെയുള്ളവർ പുറത്തിറങ്ങുമെന്നത് പറയുമായിരുന്നു. അല്ലെങ്കിൽ അവരെല്ലാം ഈ ലൈംഗിക അതിക്രമണ കേസുകളിൽ പ്രതിസ്ഥാനത്താണ് നിൽക്കുന്നത്. മമ്മൂട്ടി, മോഹൻലാലും ഉൾപ്പെടെയുള്ളവർ പ്രതിസ്ഥാനത്ത് നിൽക്കുകയാണ്.